അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ബോളി പായസം ഉണ്ടാക്കിയാലോ. ഒരുപാട് വീഡിയോൻ്റെ ഇടയിൽ ഒരേ ഒരാൾ മാത്രം ചോദിച്ചതെന്ന്, ഒരുപാട് ആൾ ചോദിച്ചതെന്ന് അറിയുന്നില്ല, ഒറ്റൊരാൾ ചോദിച്ച വീഡിയോ ആണിത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതിനായിട്ട് ഞാനിതാ 250 ഗ്രാം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് കുക്കറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കുക. അതിനായിട്ട് 2 കപ്പ് മൈദ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് പൊറോട്ടക്കൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നെയ്യ് തടവിയിട്ട് അത് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അരമണിക്കൂർ. പിന്നെ ഇതാ ഞാൻ പാലട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അട ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ 300 ഗ്രാമിൻ്റെ അടയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല പോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ അത് ഓഫാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ 2-3 വെള്ളത്തിലൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് അത് അട. അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാകുമ്പോൾ പുറത്ത് അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്കൊരു ഉരുളി വെച്ചിട്ടുണ്ട്. കട്ടിയുള്ള ഏത് പാത്രമായാലും കുഴപ്പമില്ല. ഞാൻ ഉരുളിയാണ് എടുത്തത്. അതിലേക്ക് 3 കൊട്ട പാല് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അത് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ പാലൊക്കെ നല്ല പോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ അട വേവിച്ച് വെച്ചത് കൂടി ഇട്ടിട്ട് കുറച്ചായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ആദ്യം പകുതി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് ഒന്ന് ഇളക്കി നോക്കിയിട്ട് വീണ്ടും ഞാൻ ബാക്കിയുള്ളത് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3/4 മണിക്കൂർ ഇതുപോലെ തുടരെ ഇങ്ങനെ ഇളക്കി വേവിക്കണം. ആദ്യമൊക്കെ എപ്പോൾ വീഡിയോ ഇട്ടാലും അതിൻ്റെ ഇടയിൽ ബോളിയും പായസം ഉണ്ടാക്കി കാണിച്ചു തരുമോ എന്ന് വെച്ചിട്ടുള്ള കമൻറ്റ് എപ്പോഴും ഉണ്ടാകും. പക്ഷേങ്കിൽ എനിക്ക് എൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ തിരക്കൊക്കെ ആയതുകൊണ്ട് ഇടാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ഈ വീഡിയോ തന്നെ ഞാൻ എടുത്തിട്ട് കുറേ ദിവസമായി, കല്യാണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇടാൻ പറ്റില്ല. പിന്നെ ഇതാ ഞാൻ ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 1.5 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഏലക്കായ് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നല്ല നെയ്യിൽ ഒന്ന് വാട്ടിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. മിൽമ നെയ്യാന്ന് കേട്ടോ ഞാൻ എടുത്തത്. അങ്ങനെ അതിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ പായസത്തിലേക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പാലട പായസം റെഡി ആയിട്ടുണ്ട്. അതിൽ മിൽക്ക് മെയ്ഡൊക്കെ കൂട്ടിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ എൻ്റെ അടുത്തില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ മിൽക്ക് മെയ്ഡൊന്നും ചേർക്കാൻ നിന്നിട്ടില്ല, പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഏകദേശം 3/4 മണിക്കൂർ ടൈം കൊണ്ട് നമ്മുടെ പാലട പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോളി ഉണ്ടാക്കാം. അതിനായിട്ട് ഇതാ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പില്ലേ, അത് നല്ലോണം ഒന്ന് തണുത്ത് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ അതിൽ 2-3 ഏലക്കായൻ്റെ കുരു മാത്രം എടുത്തിട്ട് 3-4 സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് കൈവച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേങ്കിൽ ഞാനത് നേരത്തെ പരിപ്പ് വേവിച്ച് വെച്ചതാണ്. പിന്നെ കുറേ ലൈറ്റായിട്ടാണ് പിന്നെ പായസം ഉണ്ടാക്കിയത്. അതുകൊണ്ട് നല്ലോണം തണുത്ത് പോയിട്ട് അതിൻ്റെ പരിപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറച്ചു പോയി. അതുകൊണ്ടാണ് പിന്നെ ഞാൻ മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിയെടുത്തത്. അങ്ങനെ പരിപ്പൊക്കെ ഞാൻ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ നേരത്തെ കുഴച്ച് വെച്ച മാവിലുണ്ടല്ലോ, അതിൽ നിന്നും ഓരോ ബോൾസാക്കിയിട്ട് അതും എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതാ അതിൽ നിന്ന് ഓരോ ബോൾസും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഓരോ ബോൾസും വെച്ച് കൊടുത്തിട്ട് ബോൾസാക്കിയിട്ട് വീണ്ടും മാറ്റി അവിടെ വെക്കുക. അങ്ങനെ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ശരിക്കും തിരുവനന്തപുരത്തുകാരുടെ സ്പെഷ്യലാന്ന് തോന്നുന്നു, എനിക്കറിയില്ല, ഞാൻ അവിടത്തേക്ക് ഒന്നും പോയിട്ടില്ല. പക്ഷേങ്കിൽ നമ്മളെ നാട്ടിലിവിടെ വീലാൻഡിലൊക്കെ വന്നിട്ടുണ്ട് ബോളിയും പായസമൊക്കെ. ഞാനിടയ്ക്കിടയ്ക്ക് ആക്കി കഴിക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തതൊന്നും ഉണ്ടാക്കാനും പിന്നെ ഓരോ റെസിപ്പീസായിട്ട് മാത്രം എനിക്ക് എടുത്തിട്ട് ഇടാനൊന്നും പറ്റാത്തത്, ഓർഡറൊക്കെ ആയതുകൊണ്ട്. പിന്നെ ഇതാ ഞാൻ അതൊക്കെ ബോൾസാക്കി എടുത്തതിന് ശേഷം മൈദമാവ് വെച്ചിട്ട് തന്നെ ഇതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് പരത്തിയെടുക്കുന്നുണ്ട്. വേഗം പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും, കാരണം പരിപ്പൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ ഓരോന്ന് പരത്തിക്കൊണ്ട് ഇതാ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കൂലേ, അതേപോലെ തന്നെ. പിന്നെ അതിതാ മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ മിൽമ നെയ്യ് കൂടി ഇങ്ങനെ ഫുള്ളൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പുറം ഇപ്പുറം 2 ഭാഗവും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചപ്പാത്തി ചുട്ടെടുക്കും പോലെ തന്നെ 2 ഭാഗവും തിരിച്ചിട്ട് ഒന്ന് പൊങ്ങി വരുമ്പോൾ അത് എടുത്ത് മാറ്റും. അങ്ങനെ ഓരോ ബോളിയും ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പരിപ്പ് വേവുമ്പോൾ നല്ല പോലെ വെന്ത് കുഴയണം കേട്ടോ. അല്ലാണ്ട് പിന്നെ സാധാ ഇങ്ങനെ നോർമലായിട്ട് വന്നാൽ പിന്നെ ഇത് ചപ്പാത്തി പരത്തുമ്പോൾ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തായാലും മസ്റ്റ്
ആയിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. അങ്ങനെ നമ്മൾ ബോളിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. പാൽപ്പായസവും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ സെർവിങ് ചെയ്യലാന്ന്. ഒരു പാത്രത്തിലേക്ക് ബോളി എടുത്ത് വെക്കാം. പിന്നെ ഇതാ അതിൻ്റെ മുകളിലേക്ക് പായസം കൂടി ഒഴിച്ചിട്ട് ഒരു പീസ് ബോളി എടുക്കുക, പായസത്തിൽ ഇങ്ങനെ ഒരു പിടുത്തം പിടിക്കുക, കഴിക്കുക. സൂപ്പർ. അപ്പോൾ പുതിയ വീഡിയോയുമായി പുതിയ റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.